ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് തിരുസഭ മാതാവിനോട് ചേർന്ന് നാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗം ധ്യാനിക്കുന്നു. ഈശോ തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് തിരികെ വന്നപ്പോൾ അവിടുത്തെ ജനക്കൂട്ടം അവൻ്റെ ദൈവിക ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു തളർവാദ രോഗിയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അവരുടെ ശക്തമായ വിശ്വാസം കണ്ട് ആ രോഗിയെ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നാം വചനഭാഗത്ത് കാണുന്നത്. കർത്താവിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഈശോ ആ രോഗിയെ സുഖപ്പെടുത്തുവാൻ കാരണമായത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരി നാളായി പലതരത്തിലുള്ള നിയോഗങ്ങളും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും അതിന് തക്കതായ മറുപടിയും ദൈവാനുഭവവും നമുക്ക് ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നാം എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈശോ എന്താണ് നമ്മെ തൊട്ട് സുഖപ്പെടുത്താത്ത കാരണം എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പകുതി വിശ്വാസത്തോടെയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അവിടുന്ന് നമ്മെ മുഴുവനായി അറിയുന്നുണ്ട്. അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ എല്ലാ പാപഭാരങ്ങളും സമർപ്പിച്ച് നമ്മെ പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ നിരാശയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ശക്തിയുള്ള ദൈവമാണെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമതായി ഈ സുവിശേഷം ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം വിശ്വാസത്തിൻ്റെ വാഹകരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ്. ആ ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസബോധ്യമാണ് ആ തളർവാദ രോഗിയെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാനും സുഖപ്പെടുത്തുവാനും കാരണമായത്. ആ ജനം അനുഭവിച്ച കർത്താവിനെ അവർ ആ രോഗിക്ക് പകർന്നു നൽകുകയായിരുന്നു. നാം അനുഭവിക്കുന്ന, തൊട്ടറിയുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ വാഹകരാകുവാനുള്ള ഉത്തരവാദിത്വം നമ്മെ ഈ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ജീവിതം വഴിയും നമ്മുടെ ചെറുതും വലുതുമായ പ്രവൃത്തികൾ വഴിയും നാം അനുഭവിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ വാഹകരാകുന്നു. അപ്പോൾ ഈശോയെ അനുഭവിക്കാത്തവർക്കും നാം ഈശോയെ പങ്കുവെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഈ ലോകത്തിലെ എന്തിനേക്കാളും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തെ അനുഭവിക്കുവാനും അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും അതുവഴി അങ്ങയുടെ സ്നേഹവും സംരക്ഷണവും മറ്റുള്ളവർക്ക് പരിപൂർണമായി പകർന്നു നൽകുന്ന അങ്ങേ വിശ്വാസവാഹകരായി ഞങ്ങളെ മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.